ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ്. എന്താണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്? ഫണ്ട് ഫ്ലോ അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ദ യൂസസ് ഓഫ് ഫണ്ട്സ് ബൈ എ ഫേം ആൻഡ് ഇൻ ഡിറ്റർമിനിങ് ഹൗ ദീസ് യൂസേഴ്സ് ആർ ഫിനാൻസ്ഡ്. അതായത് നമ്മുടെ ഫേമിന് ഫണ്ട് കൊണ്ട് എന്തൊക്കെ യൂസേഴ്സാണ്, അതായത് എത്ര രൂപയുടെ ഫണ്ടാണ് ഈ ഫേമിന് വേണ്ടത്. ചിലപ്പോൾ മെഷീനറി പർച്ചേസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ചെയ്യാനോ, ഇൻട്രസ്റ്റ് പേ ചെയ്യാനോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പേയ്മെൻറ്റ്സിന് വേണ്ടി എത്ര രൂപയുടെ ഫണ്ട് വേണ്ടി വരും, ഈ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും, ഇതാണ് ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫണ്ട് ഫ്ലോ അനാലിസിസ്. സാധാരണ ഈ ഫണ്ട് ഫ്ലോ അനാലിസിസ് യൂസ്ഫുൾ ആയിട്ട് തീരുന്നത് ഫിനാൻസ് മാനേജർക്കാണ്. സോ ഇറ്റ് ഹെൽപ്സ് എ ഫിനാൻസ് മാനേജർ ടു അസസ് ദ ഗ്രോത്ത് ഓഫ് ദി ഫേം ആൻഡ് ഇറ്റ്സ് resulting financial needs, and it also helps him to determine the best way of financing those needs. അപ്പം നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ഫിനാൻഷ്യൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് എവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യാമെന്ന് തീരുമാനിക്കാൻ ഈ ഫണ്ട് ഫ്ലോ അനാലിസിസ് കൊണ്ട് സാധിക്കും. അപ്പോൾ അത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്. അപ്പോൾ ഫണ്ട് ഫ്ലോ അനാലിസിസ് നടത്താൻ വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫണ്ട്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. അതൊരു വെർട്ടിക്കൽ ഫോമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ട്സ് വൺ സൈഡിൽ എഴുതുക, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അതർ സൈഡിൽ എഴുതുക. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡിസ്ക്ലോസസ് ദി analytical information about the different sources of a fund and the application of the same in an accounting cycle. ഇപ്പോൾ സോഴ്സസ് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഫണ്ട് റേസ് ചെയ്യാം, അതായത് ഷെയർ ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യാം, ലോൺ എടുക്കാം, പിന്നീട് അസറ്റ്സ് വിറ്റ് പൈസ കണ്ടെത്താം, അങ്ങനെ ഒത്തിരിയും സോഴ്സസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് സോഴ്സസ് ഓഫ് ഫണ്ട്സ്. പിന്നീട് ഈ ഫണ്ട് എന്തിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്. വി ക്യാൻ യൂസ് ദിസ് ആസ് ഫണ്ട്സ് ഫോർ പർച്ചേസിങ് മെഷീനറി, ദെൻ ഫോർ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ്, ഫോർ പേയിങ് ഡിവിഡൻഡ്, ഓർ ഫോർ പേയിങ് റെൻറ്റ്, അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു നോക്കുക ഈ ഫണ്ട് വെച്ചുകൊണ്ട്. അതിനെയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. So it deals with a transaction which change either the amount of current assets and current liability or fixed assets, long-term loans including ownership fund. അപ്പോൾ ഇതിലെല്ലാം ഉണ്ടാകുന്ന ആ ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെൻറ്റ് മീൻസ് ചേഞ്ച്. ഇപ്പോൾ ഒരു ഫിഗറിൽ നിന്നും വേറൊരു ഫിഗറിലോട്ട് ആവാനുള്ള റീസൺസ് കണ്ടെത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. So it gives a clear picture about the movement of funds between the operating funds between the opening and closing dates of the balance sheet. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ, ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാവണം, ഓപ്പണിംഗ് ഡേറ്റ്സിലെ വാല്യൂ ഉണ്ടാവണം, ക്ലോസിംഗ് ഡേറ്റ്സിലെ വാല്യൂ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മൂവ്മെൻറ്റിനെ So it's also called the statement of sources and application of funds, so movement of fund statement. Fund flow statement is an important indicator of financial analysis and control. It is valuable and also helps to determine how the funds are financed. അപ്പോൾ ഇങ്ങനെ കുറേ യൂസേഴ്സ് ഉണ്ട് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടേമാണ് ഫണ്ട്. എന്താണ് ഫണ്ട്? ഫണ്ട് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കി ഒരു നാരോ സെൻസിൽ ചിന്തിക്കുകയാണ്. ഈ ഫണ്ട് മീൻസ് ക്യാഷ്. ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിരിക്കും. അതൊരു നാരോ സെൻസാണ്. കുറച്ചുകൂടെ ബ്രോഡറായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇറ്റ് കംപ്രൈസസ് ഓഫ് പെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എന്ത് ഫണ്ട്. പിന്നീട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഫണ്ട് എന്താണ്? ഇറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് നിങ്ങൾ പ്രീവിയസ് സെമസ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദി ക്യാപിറ്റൽ നീഡഡ് for running the day-to-day activities of the business. There are two concepts. One is gross concept and the other one is net concept. Gross working capital എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും ഉണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും ഉണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ ഫിഗർ ബിഫോർ അഡ്ജസ്റ്റിംഗ് സർട്ടൺ ഐറ്റംസ്. അതിനെയാണ് ഗ്രോസ് എന്ന് പറയുന്നത്. നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ഫിഗറിനെയാണ് നമ്മളെപ്പോഴും നെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്, അതായത് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് എന്ത് കിട്ടണം? ഫൈനൽ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടണം. അതുകൊണ്ട് ഈ
ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും ടോട്ടൽ കറണ്ട് ലയബിലിറ്റീനെ ഡിഡക്റ്റ് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ഫിഗർ, ദാറ്റ് ഇസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നീട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻഫ്ലോസ് ഓഫ് ഫണ്ട്സും ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ട്സും ആണെന്ന് പറഞ്ഞു. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫണ്ട് ഫ്ലോ, അതായത് മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കും, അതിലൊരു നോൺ കറണ്ട് ഐറ്റവും ഒരു കറണ്ട് ഐറ്റവും ഉണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടെന്ന് പറയുന്നത്? ഫണ്ട് മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്. രണ്ടും നോൺ കറണ്ട് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ട് മൂവ്മെൻറ്റ് ഇല്ല. അത് നിങ്ങൾ ജേർണൽ എൻട്രി ചിന്തിച്ച് നോക്കണം. ജേർണൽ എൻട്രി ചിന്തിക്കുമ്പോഴത്തേക്കും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കറണ്ട് ഐറ്റംസ് ആണെങ്കിൽ ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഇപ്പോൾ രണ്ട് ആസ്പെക്റ്റും നോൺ കറണ്ട് ആണെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. എപ്പോഴാണ് ഫണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്? വെൻ വൺ ആസ്പെക്ട് ഇസ് കറണ്ട് ആൻഡ് ദി അതർ ആസ്പെക്ട് ഇസ് നോൺ കറണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, ഇപ്പോൾ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കി, ഫണ്ട് ഫ്ലോ വരുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കി. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന്, അത് പ്രൊസീജിയേഴ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തിപ്പോൾ നിങ്ങളോട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? യു നീഡ് ഇൻഫർമേഷൻ, റൈറ്റ്? സോ I need to give you a trial balance, then only you will be able to prepare the financial statements. അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് എന്ത് വേണം? എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണം. മറ്റടുത്ത് ട്രയൽ ബാലൻസും അഡീഷണൽ ഇൻഫർമേഷനും ഒക്കെ തരുമ്പോഴാണ് നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണം. ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ, യു ഷുഡ് ബി ഗിവൻ എ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് at the beginning and at the end of the period for which it is prepared. ഇപ്പോൾ നമ്മൾ ഏത് വർഷത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വാല്യൂസും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വാല്യൂസും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതായത് ബാലൻസ് ഷീറ്റുള്ള ഓരോ ഐറ്റത്തിൻ്റെയും ഓപ്പണിംഗ് വാല്യൂസും ക്ലോസിംഗ് വാല്യൂസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നീട് വേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, യു നീഡ് സം മെറ്റീരിയൽ ഇൻഫർമേഷൻ ഫ്രം എ സമ്മറൈസ്ഡ് ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള കുറച്ച് സമ്മറൈസ്ഡ് ഇൻഫർമേഷൻ വേണം. പിന്നീട് ചില കേസിൽ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും വേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് വി യൂസ് ടു റെക്കോർഡ് sources of funds and application of funds. Sources means inflow of funds, application means outflow of funds. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ നമ്മൾ വേറെ കുറച്ച് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് എന്തിലോട്ട് എത്താൻ പറ്റൂ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, യു നീഡ് ടു പ്രിപ്പയർ എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് മാത്രം മതി? വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്തുന്നത്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്നല്ലേ. അപ്പോൾ എന്ത് മാത്രം മതിയായിരിക്കും? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും മാത്രം മതി. എന്ത് പ്രിപ്പയർ ചെയ്യണം? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എവിടെ നിന്ന് കിട്ടും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും? ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഇൻഫർമേഷൻ, ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തന്നിരിക്കും. എന്താണ്? കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഓഫ് 2 periods, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും തന്നിരിക്കും. അത് വെച്ചാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ നിന്ന് എല്ലാ ഐറ്റവും എടുക്കേണ്ട, എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? കറണ്ട് അസറ്റുകളും കറണ്ട് ലയബിലിറ്റീസും. അതിനുശേഷം പിന്നീട് ഒരു വർക്കിംഗും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് എവിടെ അറൈവ് ചെയ്യാൻ പറ്റൂ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫ്ലോയിൽ, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. Schedule of changes in working capital is prepared to measure the increase or decrease in the working capital over a period of time. ഇത് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ആണോ ഉണ്ടായത് അതോ ഡിക്രീസ് ആണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ചസും എന്തിനെ എഫക്റ്റ് ചെയ്യും? ഫണ്ടിൻ്റെ ഫ്ലോയിനെ എഫക്റ്റ് ചെയ്യും, ഫണ്ടിൻ്റെ മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അറിയാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത്. So it is prepared by taking into account the various current assets and current liabilities appearing in the given balance sheet. പിന്നീട് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇസ്
വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് അതറിയാലോ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നീട് എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്സ്, അത് നിങ്ങൾ +1 മുതലേ പഠിച്ചു തുടങ്ങിയതാണ്. നല്ല ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് മീൻസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകംസ്, ഓൾ ദീസ് ആർ കറണ്ട് അസറ്റ്സ്. പിന്നീട് കറണ്ട് ലയബിലിറ്റി മീൻസ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഞാനത് അവിടെ എഴുതിയിട്ടില്ല, അത് ഓർത്തോണം. ഈ ഐറ്റംസ് എല്ലാം കൂടെ ചെയ്യുന്നതാണ് കറണ്ട് ലയബിലിറ്റീസ്. പിന്നീട് 2 ഐറ്റം ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സും പ്രപ്പോസ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് ആയിട്ട് കാണും. പക്ഷേ അത് സാധാരണ നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരം അതിനെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് നോൺ കറണ്ട് ലയബിലിറ്റി. അതുകൊണ്ട് കറണ്ട് ലയബിലിറ്റിയുടെ ഹെഡിങ്ങിൽ ഇത് കൊടുക്കാൻ പാടില്ല. ഓക്കെ. പിന്നീട് ഏതൊരു കറണ്ട് ലയബിലിറ്റിയും 12 മാസത്തിന്, ഏതൊരു ലയബിലിറ്റിയും 12 മാസത്തിനകമാണ് കൊടുത്ത് തീർക്കേണ്ടതെങ്കിൽ അതിനെ ഏത് കാറ്റഗറി തന്നെ പെടുത്തണം, കറണ്ട് ലയബിലിറ്റിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീനും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുവാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഓരോ അസറ്റിനെയും ഓരോ കറണ്ട് അസറ്റിനെയും എഴുതിയിട്ട് അതിൻ്റെ ഓപ്പണിംഗ് വാല്യൂ ഉണ്ട്, നമ്മുടെ കയ്യിൽ അതിൻ്റെ ക്ലോസിംഗ് വാല്യൂ ഉണ്ട്. അപ്പോൾ അതിന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത്, കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് എന്ത് സംഭവിക്കും, അതാണ് നമ്മൾ ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതായത് വെൻ കറണ്ട് അസറ്റ് ഇൻക്രീസസ്, നമ്മളൊരു കറണ്ട് അസറ്റ് എടുത്ത് എഴുതി, ക്യാഷ് എന്ന് പറഞ്ഞ കറണ്ട് അസറ്റ് ഓപ്പണിംഗ് ഡേറ്റിലെ വാല്യൂ 10,000 ആണ്, ക്ലോസിംഗ് ഡേറ്റിലെ വാല്യൂ എടുത്ത് എഴുതും. കാരണം 2 ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാവുമല്ലോ, ഓപ്പണിംഗിലെയും ക്ലോസിംഗിലെയും. ക്ലോസിംഗിൽ 12,000 എന്ന് വേണ്ടി. അപ്പോൾ ഓപ്പണിംഗിൽ 10,000ഉം ക്ലോസിംഗിൽ 12,000ഉം ആയി. അതിൻ്റെ മീനിങ് എന്താ, 10,000-ൽ നിന്നും 12,000 ആയിട്ട് കൂടി. അതായത് എത്ര രൂപ ഇൻക്രീസ് ചെയ്ത്, 2,000 രൂപ ഇൻക്രീസ് ചെയ്ത്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് എന്ത് സംഭവിക്കും, അതാണ് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതെന്ന് റൂൾ എന്ന് പറയുന്നത്, വെൻ കറണ്ട് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ എത്ര രൂപ ഇൻക്രീസ് ചെയ്തു, 2,000 രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്താൽ, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും കൂടും, കറണ്ട് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും കുറയും. അതായത് കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവാണ്. വെൻ കറണ്ട് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ ഇൻക്രീസസ്, വെൻ കറണ്ട് അസറ്റ് ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ ഡിക്രീസസ്. അതേപോലെ കറണ്ട് ലയബിലിറ്റി എടുത്ത് ചെക്ക് ചെയ്യുക. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. നേരെ തിരിച്ചാണ്, വർക്കിംഗ് ക്യാപിറ്റലും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, കറണ്ട് അസറ്റ് പോലല്ല. വെൻ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസസ്, വെൻ കറണ്ട് ലയബിലിറ്റി ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ്. അതായത് ഒരു ലയബിലിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യത കൂടി, ബാധ്യത കൂടുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. പിന്നീട് കറണ്ട് ലയബിലിറ്റി കുറഞ്ഞെന്ന് വെച്ചോ, അതായത് ബാധ്യത കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ആ രീതിയിലാണ് കറണ്ട് ലയബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് ഓർത്ത് വെച്ചോണം. കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പും, കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പും, കറണ്ട് ലയബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പുമാണ്. ഓക്കെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് വേണം. ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഒന്നിൽ നമുക്ക് അതിൻ്റെ ആൻസർ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നിങ്ങളൊരു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടിയാണ്. നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, either it will be net profit or net loss. അതുപോലെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ എയിം എന്ന് പറയുന്നത്, നമുക്ക് ഏതോ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നും നമ്മുടെ കിട്ടും, അവസാനമാകുമ്പം ക്ലോസിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നും കിട്ടും. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ കുറവും ക്ലോസിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലുമാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ഓപ്പണിംഗ് ഡേറ്റിനെക്കാട്ടി വർക്കിംഗ് ക്യാപിറ്റൽ ക്ലോസിംഗ് ആയപ്പോൾ കൂടി. ദാറ്റ് മീൻസ് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നേരെ മറിച്ച് ഓപ്പണിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലും ക്ലോസിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ഓപ്പണിംഗ് സമയത്തുണ്ടായിരുന്ന ക്യാപിറ്റലിനെക്കാട്ടി കുറവേ ഉള്ളൂ ക്ലോസിംഗ് ടൈം ആയപ്പോൾ. ദാറ്റ് മീൻസ് നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് നമ്മുടെ റിസൾട്ട്. അപ്പം
ഷെഡ്യൂൾ ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ടാണ് ഒന്നി നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. ഒന്ന് കാണിച്ചു തരാം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫോമാറ്റ്, ഈ ഷെഡ്യൂളിൻ്റെ ഫോമാറ്റ്. ഫസ്റ്റ് you need to provide a particular column, then you should record the current assets and current liability values of previous year, then current assets values and current liability values of current year. Then you need to provide a column for recording the effect of working capital. Effect on working capital, it can be either increase in working capital or decrease in working capital. നമ്മൾ പറഞ്ഞില്ലായിരുന്നു കറണ്ട് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും കൂടും, അത് റെക്കോർഡ് ചെയ്യാനുള്ള കോളമാണ് ഇത്. അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യാനുള്ള കോളമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം ആദ്യം കറണ്ട് അസറ്റ്സ് 1 by 1 ആയിട്ട് എഴുതുക. ബാലൻസ് ഷീറ്റിൽ നിന്ന് കറണ്ട് അസറ്റ്സിനെ മാത്രം പിക്ക് ചെയ്ത് കറണ്ട് അസറ്റിൻ്റെ കീഴിൽ എഴുതുക. പിന്നീട് കറണ്ട് ലയബിലിറ്റീനെ ഐഡൻറ്റിഫൈ ചെയ്ത് കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിൽ എഴുതുക. പിന്നീട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അത് പ്രീവിയസ് ഇയറിലെയും കണ്ടെത്തണം, പിന്നീട് കറണ്ട് ഇയറിലെയും കണ്ടെത്തണം. ഇത് കണ്ടെത്തുവാണെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. നെറ്റ് റിസൾട്ട് എന്താണെന്നാണ് പറഞ്ഞത്? ഇത് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ പ്രീവിയസ് ഇയർ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് കറണ്ട് ഇയർ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നെറ്റ് ഇൻക്രീസോ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നെറ്റ് റിസൾട്ട്, ഇത് കണ്ടെത്താൻ സാധിക്കും. ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെയാണിത് എന്ന്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, 2 ഇയറിലെ വാല്യൂസ് ഉണ്ട്, അതായത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. 2016 വാല്യൂസും ഉണ്ട്, 2015 വാല്യൂസും ഉണ്ട്. നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്നത് 2016 വാല്യൂസാണ്. രണ്ടാമത്തെ കോളത്തിലാണ് 15 വാല്യൂസ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്ന നേരം ഓർക്കേണ്ട കാര്യം, ഷെഡ്യൂളിൽ പെർട്ടിക്കുലർ കോളം കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ കോളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2015 ഫിഗേഴ്സാണ് ആദ്യം എഴുതേണ്ടത്. രണ്ടാമത് ഏതിലെ ഫിഗേഴ്സ് എഴുതാവുള്ളൂ? കറണ്ട് ഇയർ ആയ 2016 ഫിഗേഴ്സ് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അത് ഓർത്തോണേ. ചിലപ്പം നിങ്ങളെ ഒന്ന് തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കോളം തിരിച്ചു തരും. അപ്പോൾ നിങ്ങൾ കെയർഫുള്ളായിരിക്കണം. നമ്മൾ ചെയ്യണം, നമുക്കൊരു കംപ്ലീറ്റ് ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ എന്തിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക? ലയബിലിറ്റി സൈഡിൽ നിന്ന് കറണ്ട് ലയബിലിറ്റിയും അസറ്റ് സൈഡിൽ നിന്ന് കറണ്ട് അസറ്റിനെ മാത്രവും മനസ്സിലാക്കിയെടുക്കുക. ഇതിൽ ലയബിലിറ്റീസ് ഷെയർ ക്യാപിറ്റൽ വേണ്ട, P&L വേണ്ട. പിന്നീട് ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കറണ്ട് ലയബിലിറ്റി, ബിൽസ് പേബിൾ എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടേം ലോണും കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ 3 കറണ്ട് ലയബിലിറ്റി ഉണ്ട്. ഇനി അസറ്റ് നോക്കാം. അസറ്റിൽ ഗുഡ് വിൽ, ലാൻഡ്, ഇതൊന്നും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊന്നും കറണ്ട് അല്ല. പിന്നീട് കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്? സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്, 3 എണ്ണമാണ്. ഒരു പ്രിലിമിനറി എക്സ്പെൻസ് ഒരു ഐറ്റം തന്നിട്ടുണ്ട്, അത് ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്, ഇവിടെ വരുന്ന ഐറ്റം അല്ല. കറണ്ട് അസറ്റ് 3 എണ്ണം, കറണ്ട് ലയബിലിറ്റി 3 എണ്ണം. ഇനി നമുക്ക് സൊല്യൂഷനിലോട്ട് പോവാം. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വരച്ചെടുക്കുക. മുമ്പേ പറഞ്ഞായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഫോമാറ്റ്. ഹെഡിങ് കൊടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പെർട്ടിക്കുലർ കോളം, then you should write previous year, provide previous year column, then provide current year column, then provide a column for recording the effect on working capital. It can be either increase or decrease. അത് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ. ആദ്യം കറണ്ട് അസറ്റ്, 3 കറണ്ട് അസറ്റ് ആണല്ലോ ഉള്ളത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ക്യാഷ് 2015 ഫിഗർ തന്നെ 15ൻ്റെ കോളത്തിൽ എഴുതണം. 2015 25,000 രൂപയായിരുന്നു ക്യാഷ്. 2016 ആയപ്പോൾ നമ്മുടെ കയ്യിൽ 70,000 ഉണ്ട്. ഇത് 25,000 ആയിരുന്നു. ഇപ്പോൾ എത്രയുണ്ട്? 70. കൂടിയോ കുറഞ്ഞോ? കൂടി. എത്ര രൂപ കൂടി? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 70,000 മൈനസ് 25,000 45,000. അതായത് കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തു. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റലിന് അതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. വെൻ കറണ്ട് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ ഇൻക്രീസസ്. കാരണം കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ വേണം 45,000 എഴുതാൻ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളത്തിലല്ല എഴുതേണ്ടത്. ഓക്കെ, കറണ്ട് അസറ്റ് ആയ ക്യാഷ് കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് അസറ്റ് ഇൻക്രീസസ്, വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ഓൾസോ ഇൻക്രീസ്. സോ യു ഷുഡ് റൈറ്റ് ദാറ്റ് ഫിഗർ ഇൻ ദി ഇൻക്രീസ് കോളം. ഇനി അടുത്തത് ഡെറ്റേഴ്സ്. പ്രീവിയസ് ഇയറിൽ 98,000, ഇപ്പോഴും കറണ്ട് ഇയറിൽ 90,000. എന്ത് സംഭവിച്ചു? കുറയുമല്ലേ ചെയ്തത്. അപ്പോൾ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്തു. എത്ര രൂപയുടെ ഡിക്രീസാണ് ഉണ്ടായത്? 8,000 റുപ്പീസിൻ്റെ അല്ലോ. 98 മൈനസ് 90, 8,000. 98,000 മൈനസ് 90,000, 8,000 റുപ്പീസ്. വെൻ കറണ്ട് അസറ്റ് ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ ഡിക്രീസസ്. അപ്പോൾ ഏത് കോളത്തിൽ എഴുതാൻ പാടുള്ളൂ? ഡിക്രീസ് കോളത്തിലാണ് 8,000 റെക്കോർഡ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇഫക്റ്റ് എഴുതാൻ നേരം ശ്രദ്ധിച്ച് എഴുതണം. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ ഇൻക്രീസ് കോളത്തിൽ എഴുതുക, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നെങ്കിൽ ഡിക്രീസ് കോളത്തിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത് ഒരു ഐറ്റം കൂടെ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് 87,000 ആണ്. ഇപ്പോൾ എത്രയായി? 1,20,000. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഇൻക്രീസിംഗ് ബൈ 33,000. വെൻ കറണ്ട് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ഓൾസോ ഇൻക്രീസ്. സോ ഏത് കോളത്തിൽ? ഇൻക്രീസ് കോളത്തിൽ. 3 കറണ്ട് അസറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. അത് 3 നമ്മൾ അനലൈസ് ചെയ്തു. ഇനി കറണ്ട് അസറ്റിനെ ടോട്ടൽ ചെയ്യാതെ 2015 ടോട്ടലും 2016 ടോട്ടലും. ഇൻക്രീസോ ഡിക്രീസ് കോളം ടോട്ടൽ ചെയ്യാനേ പാടില്ല, ലീവ് ആസ് ഇറ്റ് ഇസ്, അതേപോലെ ഇട്ടേക്കുക. ഇനി അടുത്ത കറണ്ട് ലയബിലിറ്റീസ്. ഇത് കറണ്ട് അസറ്റ് ടോട്ടൽ ചെയ്ത് എഴുതണം. ഓക്കെ. പിന്നെ കറണ്ട് ലയബിലിറ്റി 3 എണ്ണമാണ്. ട്രേഡ് ക്രെഡിറ്ററും ബിൽസ് പേബിളും ഷോർട്ട് ടേം ലോൺ. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. ഓക്കെ. അപ്പോൾ ഓരോന്ന് നോക്കാം. ട്രേഡ് ക്രെഡിറ്റ് ആദ്യം ക്വസ്റ്റ്യനിൽ നോക്കി ഫിഗേഴ്സ് എഴുതുക. 2015 50,000, 2016 45,000. ഇനി എന്ത് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ നോക്കാം. 50,000 ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 45,000 കുറഞ്ഞു. എത്ര രൂപ കുറഞ്ഞു? 5,000 രൂപ. അപ്പോൾ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്തു. കറണ്ട് അസറ്റ് ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ്. കാരണം പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ല, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് എന്ത് തമ്മിൽ? കറണ്ട് ലയബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ. അപ്പോൾ ഇവിടെ കറണ്ട് ലയബിലിറ്റിക്ക് എന്താ സംഭവിച്ചത്? കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുവാണ്. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. സോ യു ഷുഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദി ഇൻക്രീസ് കോളം 5,000. ഇനി അടുത്ത ബിൽസ് പേയബിൾ. ക്വസ്റ്റ്യൻ നോക്കി എഴുതുക. 2015 20,000 ആയിരുന്നു, 2016 35,000. എന്ത് സംഭവിച്ചു? ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ കറണ്ട് ലയബിലിറ്റി കൂടുകയല്ലേ ചെയ്തത്? എത്ര രൂപ കൂടി? 15,000 രൂപ കൂടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 15,000. 20,000 35,000 തമ്മിലുള്ള ഡിഫറൻസ്. സോ വെൻ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസസ്. അപ്പോൾ ഏത് കോളത്തിൽ എഴുതുക? ഡിക്രീസിൻ്റെ കോളത്തിൽ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ഷോർട്ട് ടേം ലോൺ. തുടക്കത്തിൽ നമുക്ക് ഷോർട്ട് ടേം ലോൺ ഒന്നും ഇല്ലായിരുന്നു, ഒരു ലയബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇയർ എൻഡ് ആയപ്പോഴത്തേക്ക് നമുക്ക് 20,000 രൂപയുടെ ഒരു ലയബിലിറ്റി വന്നു. അതായത് 20,000 രൂപ ലയബിലിറ്റി കൂടി. അപ്പോൾ ഇതെന്താണ്? 0 ആയിരുന്നു തുടക്കത്തിൽ. ഒന്നില്ലെന്നുകൊണ്ട് 0 എന്നല്ലേ, കൂടുകയല്ലേ ചെയ്തത്. So when current liability increases, working capital decreases. അപ്പോൾ ഇഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഏത് കോളത്തിൽ എഴുതണം? ഡിക്രീസ് ചെയ്തു. 20,000 ഇൻ ഡിക്രീസ് കോളം. അതും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? 2015 16 കറണ്ട് ലയബിലിറ്റി ടോട്ടൽ ചെയ്ത് എഴുതുക. 50 + 20 70,000. then 45 + 35 + 20 that is 1 lakh rupees. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. വർക്കിംഗ് ക്യാപിറ്റൽ. എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2,10,000 മൈനസ് 70,000. 2015 വർക്കിംഗ് ക്യാപിറ്റൽ 1,40,000. ഇതുപോലെ 2016 വർക്കിംഗ് ക്യാപിറ്റലും കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ വരും? കറണ്ട് അസറ്റ് 2,80,000 മൈനസ് കറണ്ട് ലയബിലിറ്റി 1 lakh. ദാറ്റ്സ് ഈക്വൽ ടു 1,80,000 rupees. കിട്ടിയല്ലോ. ഇനിയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇവിടെ വരെ നമ്മുടെ ഫൈനൽ റിസൾട്ട് ആയില്ല. നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്താണ്? ഷെഡ്യൂളിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇവിടെ നോക്കാം. ഇൻക്രീസും ഡിക്രീസും എന്താണെന്ന് എക്സ്പ്ലനേഷനിൽ പറഞ്ഞു തന്നായിരുന്നു. ഓപ്പണിംഗ് ഡേറ്റിൽ 1,40,000 ആയിരുന്നു വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ആയപ്പോൾ അത് എത്രയായി? 1,80,000 ആയി, കൂടി. ദാറ്റ് മീൻസ് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര രൂപ കൂടി? 1,80,000 ആണെന്നെങ്കിൽ 1,40,000 അല്ലായിരുന്നു, 1,80,000 ആണെന്നുണ്ടെങ്കിൽ 40,000 രൂപ കൂടി. ടോട്ടൽ ക്രിയേറ്റഡ് ടോട്ടൽ എഴുതണം. ഇത് തമ്മിൽ ഏതാ? 1,80,000 അല്ലേ കൂടുതലോ? 1,80,000 2 കോളത്തിൽ എഴുതി. എവിടെയാണ് കുറവ് വന്നത്? 2015. 2015 1,40,000 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2016 ആയപ്പം 40,000 കൂടെ കൂടി എത്രയായി? 1,80,000 ആയി. അപ്പോൾ ഇത് നമ്മളെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എന്തുകൊണ്ട് ഇൻക്രീസ് എന്ന് എഴുതിയെന്ന് അറിയാമല്ലോ. 1,40,000 ഉണ്ടായിരുന്നുള്ളൂ ഓപ്പണിംഗിൽ. ക്ലോസിംഗ് ആയപ്പോൾ എത്രയായി? 1,80,000 കൂടി. അതുകൊണ്ടാണ് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഏത് കോളം കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തു? നമ്മൾ ഇയർ കോളം 2015 16 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ വരെ എത്തിയില്ലയോ? ഇനി ഇത് നമ്മൾ ഇൻകംപ്ലീറ്റ് ആയി കിടക്കുവാണ്. ഈ ഇഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ്. ഇൻക്രീസ് കോളത്തിൽ കിടക്കുന്ന ഫിഗേഴ്സ് 45,000 33,000 5,000. ഡിക്രീസ് കോളത്തിൽ കിടക്കുന്ന ഫിഗേഴ്സ് ഏതൊക്കെയാണ്? 8,000 15,000 20,000. ഇവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എടുത്തു നോക്കുക, എത്ര വരുന്നു നോക്കുക. ഇൻക്രീസ് സൈഡിലെ ടോട്ടൽ ഇത് മൂന്നൂടെ കൂട്ടുമ്പം 83,000 വരും. ഡിക്രീസ് സൈഡിലെ ടോട്ടൽ 8,000 15,000 20,000. ഇത് മൂന്നൂടെ കൂട്ടുമ്പോഴത്തേക്കും 43,000 വരും. അപ്പോൾ രണ്ടും ഈക്വൽ അല്ല. ഓക്കെ. അപ്പോൾ ഗ്രേറ്റർ ഏതാണ്? ഇൻക്രീസ് സൈഡല്ലേ. അപ്പോൾ ആ സൈഡിലെ ടോട്ടൽ രണ്ട് സ്ഥലത്ത് എഴുതുക. 83,000 83,000.
അപ്പോൾ ഇവിടെയും 83 ആവണമെങ്കിൽ എത്രയും കൂടെ കയറി വരണം? എന്ത് ചെയ്താൽ മതി? 83 ഇൻക്രീസ് ആയിട്ടുള്ള ടോട്ടലിൽ നിന്നും ഡിക്രീസ് ആയിട്ടുള്ള ടോട്ടൽ മൈനസ് ചെയ്താൽ മതി. ഡിക്രീസ് ആയിട്ടുള്ള ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 43,000. 83,000 മൈനസ് 43,000 എത്ര തന്നെ വരും? 40,000. അത് ഏത് റോയുടെ നേരെ തന്നെ എഴുതണം? ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 40,000. അതിൻ്റെ നേരെ തന്നെ 40,000. ഇനി ഇത് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ എത്ര തന്നെ വരും? 83,000. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്സ് ഒന്നും വരുത്തിയില്ല എന്ന് വേണം അനുമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണിത്, നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിച്ച് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം അവിടെ വരുന്ന ഒരു ഐറ്റമാണ് ഇത്. ഷെഡ്യൂളിൽ നിന്ന് കൊണ്ടുപോകേണ്ട ഒരു ഐറ്റമാണ് ഈ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ചിലപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഡിക്രീസ് ആയിരിക്കും വരുന്നത്. നെറ്റ് ഡിക്രീസ് ആണെങ്കിൽ അത് എവിടെ കൊണ്ടുപോകേണ്ടതാണ്? നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റായ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുപോകേണ്ടതാണ്. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മീനിങ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് സോഴ്സ് ആയിട്ട് എഴുതുമോ ആപ്ലിക്കേഷനായിട്ട് എഴുതുമോ എന്ന് പറഞ്ഞുതരാം. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിനോട്ട്സ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് മോർ ഫണ്ട്സ്. ഇത് കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. അതായത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിനോട്ട്സ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇവിടെ നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ മീനിങ് net decrease in working capital denotes availability of funds in the business. അതെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫണ്ടാണ്, സോഴ്സ് ആണ്. സോഴ്സ് മീൻസ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ, അതായത് ഔട്ട്ഫ്ലോ ആണ്. നേരെ മറിച്ച് നെറ്റ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്, അതായത് ഇൻഫ്ലോ ആണ്. അപ്പോൾ അത് ഓർക്കണേ. സോ ദിസ് ഫൈനൽ ആൻസർ വിൽ ബി ടേക്കൺ ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ആപ്ലിക്കേഷൻ. കാരണം എന്ന് വെച്ചാൽ ദിസ് ഇസ് ഇൻക്രീസ് ഇൻ വർക്കിംഗ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് മോർ ഫണ്ട് ഇൻ ദി ബിസിനസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ്. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അതിനെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.